നമസ്കാരം. ചിരിമുട്ടായിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കഥയെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൂടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. സാധാരണ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആകുമ്പോഴാണ് പേരക്കുഞ്ഞുങ്ങളോട് വാത്സല്യം കൂടുക. അപ്പം ഒരു വയസ്സായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ റിട്ടയർ ചെയ്ത് മക്കളോടാണ് താമസിക്കുന്നത്. വൈകുന്നേരം ആകുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് കൊച്ചുമോനെ, മകൻ്റെ കുഞ്ഞിനെ ഒരു 3 വീലുള്ള ഒരു വണ്ടിയിലിരുത്തി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും. ഈ ഗാർഡൻ മൊത്തം ഇങ്ങനെ കറങ്ങി ഉരുട്ടിക്കൊണ്ട് നടക്കും. അത് അദ്ദേഹത്തിനൊരു സന്തോഷവുമാണ്. പക്ഷേ ഈ കുഞ്ഞ് ഒരു ഭയങ്കരമായ കുരുത്തക്കേടുള്ള കുട്ടിയാണ്. ഈ കുട്ടി ഭയങ്കരമായിട്ട് കരയുകയാണ്, വലിയവായി കരയുക. മൂപ്പലാൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്നുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂപ്പലാൻ പറയും, അടങ്ങ് കുഞ്ഞുണ്ണി അടങ്ങ്, അടങ്ങ് കുഞ്ഞുണ്ണി അടങ്ങ്. പക്ഷേ കുഞ്ഞുണ്ണി കേൾക്കുന്നില്ല. കുഞ്ഞുണ്ണി, ആ കുട്ടി അങ്ങ് കരയാണ്, വലിയവായി കരഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ പബ്ലിക്കെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഈ കൊച്ചു മക്കളെ ഈ അപ്പൂപ്പനും അമ്മൂമ്മയാണല്ലോ കൂടുതൽ താലോലിക്കുന്നത്. അവർ കരയുന്ന കാണുമ്പം ഇവർക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉരുട്ടിക്കൊണ്ട് കരയിക്കാതെ ആ ഗാർഡനിലൊക്കെ കൊണ്ട് കിടക്കുക എന്നുള്ളതാണ്. ആ കുട്ടി കരച്ചിലോട് കീറ്റലെന്ന് പറഞ്ഞാൽ ഭയങ്കര കീറ്റൽ. അപ്പോൾ പോകുന്നവർക്കൊക്കെ അതൊരു അസ്വസ്ഥതയായിട്ട് തോന്നും. അപ്പോൾ ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അടങ്ങ് കുഞ്ഞുണ്ണി അടങ്ങ്. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു പോയപ്പം ഒരു മദാമ്മ അവിടെ സൈഡിൽ നിന്ന് ഇത് കാണുക. അവർക്ക് ഈ കൊച്ചിൻ്റെ കരച്ചിൽ വളരെ ന്യൂസൻസായിട്ട് തോന്നി. അവൻ അടുത്തോട്ട് എന്ന് പറഞ്ഞു, ഠക് അടങ്ങ് കൊച്ചേ, ഇതാ അടുത്ത് കയറുന്നേ, ഷൗട്ട് ചെയ്തു. കൊച്ചു പെട്ടെന്ന് കരച്ചിലങ്ങ് നിർത്തി. വലിയ മദാമ്മ പറഞ്ഞു, ഇങ്ങനെ വേണം കൊച്ചുങ്ങളെ സഹകരിക്കേണ്ടത്, അല്ലാതെ അടങ്ങ് കുഞ്ഞുണ്ണി എന്നൊന്നും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. ഇങ്ങനെ ശക്തമായ ഭാഷയിൽ കുഞ്ഞുങ്ങളെ വാൺ ചെയ്യണം, അല്ലാതെ മറ്റേ മൃദുവായിട്ടൊന്നും പറഞ്ഞാലൊന്നും പോരാ, കുട്ടികൾ അനുസരിക്കത്തൊന്നുമില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞെന്താണെന്നറിയാമോ, എൻ്റെ മകൻ്റെ കുഞ്ഞാണിത്, എനിക്ക് അതിനെ ശകാരിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, പക്ഷേ എൻ്റെ മകൻ്റെ കുഞ്ഞായതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ അടങ്ങ് കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞത്, കുഞ്ഞുണ്ണി എന്ന് പറയുന്നത് എൻ്റെ പേരാണ്. എൻ്റെ മനസ്സിലുള്ള ദേഷ്യത്തെയാണ് ഞാൻ അടങ്ങ് കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം നിങ്ങളെക്കാളൊക്കെ ദേഷ്യം എനിക്കുണ്ട്, പക്ഷെ എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ അടങ്ങ് കുഞ്ഞുണ്ണി എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ എന്നെ തന്നെ അടക്കി കൊണ്ടുപോവുമായിരുന്നു. കാരണം എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പം ഈ കൊച്ചുമക്കളോടുള്ള വാത്സല്യം, അതിൻ്റെ ഒരു കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.